ഇന്ത്യ ശ്രീലങ്കയായിട്ടുള്ള മത്സരം ഇന്ത്യ സൂപ്പർ ഓവറിൽ സിമ്പിൾ ആയിട്ട് ജയിച്ചു. എങ്കിലും ഈ പറയുന്ന 202 റൺസ് ഉണ്ടായിട്ടും അത് ടൈയിലേക്ക് പോയത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു മത്സരത്തിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫൈനലിലുണ്ട്. അപ്പം ഈ ഒരു മത്സരത്തിൽ നിന്നും നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് പലർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, ഇല്ലേ? പാകിസ്ഥാൻ നമ്മൾ 2 തവണ തോൽപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നമുക്ക് എതിരാളികളെ അല്ല, പക്ഷെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമുക്കതൊരു അഭിമാന പോരാട്ടമാണ്, നമ്മൾ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിലോട്ട് പോകുമ്പം ഈ പറയുന്ന പോലെ പിഴവുകളൊന്നും ഉണ്ടാകാതെ തന്നെ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ പാകിസ്ഥാന്റെ മത്സരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പല മിസ്റ്റേക്കുകൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൽ നിന്ന് നമ്മുടെ ബോളിംഗ് സൈഡ് വളരെ വീക്കായിട്ട് തന്നെയാണ് നമുക്ക് കാണപ്പെടുന്നത്. ബുംറ ഇല്ലായിരുന്നു, പക്ഷെ ബുംറ ഉണ്ടെങ്കിലും ശ്രീലങ്കയുമായിട്ടുള്ള മത്സരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പത്തും നിസംഗയും ഈ പറഞ്ഞ കുശൽ പെരേര ഇവരൊക്കെ വളരെ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പത്തും നിസംഗയുടെ സെഞ്ചുറി ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയണം. അദ്ദേഹത്തിന്റെ ആദ്യ സെഞ്ചുറിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ട വീര്യം ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പല കാര്യങ്ങൾ പഠിക്കുക, നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പാകിസ്ഥാനായിട്ട് നമ്മൾ സൺഡേ ഈ പറയുന്ന പോലെ ഫൈനൽ കളിക്കുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് ഒരു രീതിയിലുള്ള ഈ പറയുന്ന പോലെ പിഴവുകളും സംഭവിക്കാതെ, അപ്പം ഈ പറയുന്ന പോലെ ക്യാച്ചുകളൊക്കെ പോകുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഫൈനലിലോട്ട് പോവുക. കോൺഫിഡൻസ് വേണം, പക്ഷെ ഓവർ കോൺഫിഡൻസ് ആകരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ഈ പറയുന്ന മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് ഈ പറഞ്ഞ പാകിസ്ഥാനായിട്ടുള്ള ഫൈനൽ, അത് നമുക്ക് എതിരാളികളല്ല എങ്കിലും അഭിമാന പോരാട്ടമായതുകൊണ്ട് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യും. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട്, പിഴവുകളൊക്കെ വരാൻ സാധ്യത ഉള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഫൈനലിലോട്ട് ഇറങ്ങട്ടെ, കപ്പടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. സഞ്ജു സാംസന്റെ കാര്യം എടുത്തു പറയണം. അദ്ദേഹം നല്ലൊരു ടച്ചിലോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ വീണ്ടും നമ്മൾ എന്തായാലും പ്രശംസിച്ചേ മതിയാകത്തുള്ളൂ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.